നമസ്കാരം. യോഗസൂത്രത്തിലെ യോഗാസ് ചിത്തവൃത്തി നിരോധ എന്ന സൂത്രം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ ഒരു ദിവസം അനാവശ്യമായി 10-50,000 ചിന്തകൾ ഉടലെടുക്കുമെന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തതാണ്. എന്നാൽ യോഗാഭ്യാസത്തിലൂടെ ഈ ചിത്തവൃത്തികൾ ഇല്ലാതാക്കി ഒറ്റ ചിന്തയിൽ ഏകാഗ്ര മനസ്സാക്കാൻ സാധിക്കും. ഏകാഗ്ര മനസ്സിൻ്റെ അപ്പുറമാണ് നിരുദ്ധ മനസ്സ് നിരുദ്ധമാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാൽ. ഇങ്ങനെ യോഗാഭ്യാസത്തിലൂടെ ട്രാങ്ക്യുലൈസ് ചെയ്ത മനസ്സ്, നിരുദ്ധമാക്കിയ മനസ്സ് സച്ചിദാനന്ദത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ മനസ്സിനെ നിരുദ്ധമാക്കിയാൽ, അല്ലെങ്കിൽ യോഗാഭ്യാസത്തിലൂടെ മനസ്സിനെ നിരുദ്ധമാക്കാം. ഇങ്ങനെ നിരുദ്ധമാക്കിയ മനസ്സുകൊണ്ട് യോഗത്തിലെത്താം. യോഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ വ്യക്തിബോധവും പ്രപഞ്ചബോധവും ഒന്നാണെന്ന് മനസ്സിലാവുക. അതായത് നമ്മുടെ ശരീരവും ശരീരവും സൂര്യചന്ദ്രന്മാരുടെയും ഖഗോളങ്ങളുടെയും ശരീരവും ഒരു പൊതുബോധത്താൽ പങ്കുവെക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. അതാണ് യോഗം എന്ന് പറഞ്ഞാൽ, യോഗത്തിലെത്തുക. ഏതായാലും ചിത്തവൃത്തി നിരോധം മാത്രം നമ്മൾ പഠിച്ചാൽ പോരല്ലോ. സമാധിപാദം കുറച്ച് പ്രയാസമാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് 2 പാദം അപ്പുറത്തേക്ക് പോയി ഇങ്ങനെ ചിത്തവൃത്തി നിരോധമൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള നേട്ടം എന്താണ് എന്നുകൂടി നമുക്ക് അറിയണ്ടേ. കുറച്ച് പ്രലോഭനം കൂടി ആവശ്യമാണ് യോഗാഭ്യാസം നമ്മൾ പഠിക്കണമെങ്കിൽ. അതിൻ്റെ ഒരു ശ്ലോകം പറയാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഭൂതിപാദത്തിലെ 19ാമത്തെ ശ്ലോകം 3.19. ആ ശ്ലോകം ഇങ്ങനെയാണ്: പ്രത്യയസ്യ പരചിത്തജ്ഞാനം. അതായത് സമാധിയിലെത്തിയ, അല്ലെങ്കിൽ ധാരണ ധ്യാന സമാധി ത്രയമേകത്ര സംയമ എന്നാണ് പറയുന്നത്. ഇത് 3ഉം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അതിനെയാണ് സംയമം എന്ന് പറയുന്നത്. 3ലും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ സംയമം ചെയ്യാൻ പറ്റും. അതിനെയാണ് സംയമം. ഇങ്ങനെ പ്രത്യയസ്യ പരചിത്തജ്ഞാനം, നിരുദ്ധമാക്കിയ മനസ്സുള്ള ഒരു യോഗിക്ക് മറ്റുള്ള, അല്ലെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ സംയമം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ നമ്മൾക്കറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതാണ് പ്രത്യയസ്യ പരചിത്തജ്ഞാനം. മറ്റൊരാളുടെ മാനസിക അവസ്ഥ എന്താണ്, എന്ത് പ്രശ്നങ്ങളാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സ് നിരുദ്ധമാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ രഹസ്യങ്ങളും നമ്മൾക്ക് അറിയാൻ സാധിക്കുമെന്ന അല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ മനോനില എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു യോഗിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രത്യയം ചെയ്താൽ സാധിക്കും എന്നാണ് യോഗസൂത്രം പറയുന്നത്. യോഗസൂത്രം ഒരിക്കലും തെറ്റില്ല. യോഗിയുടെ മനസ്സ് നിരുദ്ധമാണെങ്കിൽ ആ യോഗിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, 100% ഉറപ്പാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നിരുദ്ധമാക്കിയ മനസ്സിനെ മറ്റുള്ളവർക്ക് അറിയാനും സാധിക്കില്ല. അതുകൊണ്ട് പേടിക്കാനില്ല. ഒരു യോഗിയുടെ മനസ്സെന്താണെന്ന് എന്തായാലും മറ്റുള്ള ഒരാൾക്ക് അറിയാനും സാധിക്കില്ല. അപ്പോൾ യോഗാഭ്യാസം പഠിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും പഠിച്ചു നോക്കാം. നേട്ടമുണ്ടായാലും നല്ലതാണല്ലോ. നമ്മൾക്കില്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ അതാകട്ടെ. ചിന്തിക്കുക. താങ്ക് യു.